الحمد لله رب العالمين نحمده ونستعينه ونستهديه ونسترشده ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون صدق الله مولانا العلي العظيم സ്നേഹാദരണീയരായ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഇരുവശങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ച് മുത്തഖികളായി ജീവിച്ച് മരിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിലും കണിഷ്ഠതയിലും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവന്റെ സ്വാലിഹുകളായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉള്ളത്. നമ്മുടെ എല്ലാം നിത്യ ജീവിതത്തിന്റെ ഭാഗമായി വളരെ സുപ്രധാനമാണ് എന്ന് നമ്മൾ കരുതുന്ന സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലുള്ള നേതൃത്വം, അത് ആരെ ഏൽപ്പിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ആധുനിക കാലത്തെ ഏറ്റവും മികച്ചതെന്ന് മനസ്സിലാക്കപ്പെടുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും മികച്ചൊരു പ്രാക്ടീസിങ്, അതായത് ഇലക്ടോറൽ ഡെമോക്രസി, അതല്ലെങ്കിൽ പാർലമെന്ററി ജനാധിപത്യം, അതാണ് 5 കൊല്ലം കൂടുമ്പോൾ നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത്, അതല്ലെങ്കിൽ മറ്റൊരിക്കൽ നമ്മുടെ രാജ്യത്ത്, കുറച്ചു മുമ്പ് നമ്മുടെ പ്രാദേശിക ഭരണ സംവിധാന കേന്ദ്രങ്ങൾക്ക് ആരൊക്കെ വരണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് അത്രമേൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ജീവിതത്തിൻ്റെയും ജീവിത ഇടപാടുകളുടെയും നേതൃത്വം, അതല്ലെങ്കിൽ അത് മുന്നിൽ നിന്ന് നയിക്കേണ്ടത് ആരാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചോദ്യം എന്നുള്ളത് നമുക്ക് അറിവുള്ളത് കൊണ്ടാണ് നമ്മൾ അത്തരത്തിൽ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നത്. ഏറ്റവും മെച്ചപ്പെട്ടവരെ തന്നെ തുടർത്തുമ്പോൾ വീണ്ടും ആലോചിക്കുന്നത്, അതല്ലെങ്കിൽ അവരെ മാറ്റുമ്പോൾ ആരാകണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. അപ്പോൾ മനുഷ്യരങ്ങനെയാണ്. ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പ്, അതായത് എന്ത് തെരഞ്ഞെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണ
അയാളെ മുന്നോട്ട് നയിക്കുന്നതിൽ, അതല്ലെങ്കിൽ അയാളുടെ ജീവിതത്തെ തന്നെ നിർവചിക്കുന്നതിൽ വളരെ സുപ്രധാനമായ ഒന്നാണ്. അതുകൊണ്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളോട് പറയുന്നതും നിങ്ങളുടെ ജീവിതത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ, അത് നിങ്ങളുടെ ഒരു MLA-നെ MP-നെ മാത്രം തെരഞ്ഞെടുത്താൽ പോരല്ലോ. എന്നല്ല, അവരെ അടക്കം തെരഞ്ഞെടുക്കുമ്പോൾ തന്നെയും നിങ്ങൾ ജീവിതത്തിൽ കരുതേണ്ടുന്ന, ചേർത്തു പിടിക്കേണ്ടുന്ന തത്വദീക്ഷകളുമായി ബന്ധപ്പെടുത്തി, അതുമായി ബന്ധപ്പെടുത്തിയ നിങ്ങളുടെ യുക്തി വിചാരങ്ങളുമായി ബന്ധപ്പെടുത്തിയ ഇസ്ലാമിന്റെ ചില കാഴ്ചപ്പാടുകൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. നാളെ സ്വർഗത്തില് വിശ്വാസികൾ എത്തിയതിനു ശേഷം വിശ്വാസികൾ അൽഹംദുലില്ലാ പറയുന്ന, അൽഹംദുലില്ലാ പറയുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാന ലിഹാദ. പടച്ചോനെ, ഇതിന് ഞങ്ങൾ സ്വർഗത്തിൽ എത്തിയതിന്റെ കാരണം നീയാണ്. ഞങ്ങൾക്ക് അതിനുള്ള ഹിദായത്ത് നീയാണ് തന്നത്. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നീ ഞങ്ങളെ ഈ വഴിയിലേക്ക് തെരഞ്ഞെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, നീ ഞങ്ങൾക്ക് ഈ ഹിദായത്ത് തന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് കൂടാൻ പറ്റില്ലായിരുന്നു. ഇത് വളരെ കനമുള്ളൊരു വാക്കാണ്. അതായത് നമ്മളൊക്കെ ദീനുൽ ഇസ്ലാമിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുമ്പോൾ നാളെ സ്വർഗത്തോളം നമ്മളെ എത്തിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും സമ്മേളനമായിട്ടാണ്, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഗ്രഹമായിട്ടാണ്, അതിൻ്റെ ആകത്തുകയായിട്ടാണ് നമ്മൾ ദീനുൽ ഇസ്ലാമിനെ കാണേണ്ടത്. നമ്മൾ അൽഹംദുലില്ലാ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി നമ്മൾ റമദാനെ കുറിച്ചും അല്ലാതെ ഒക്കെ വർത്താനം പറഞ്ഞു പോവുകയാണ്. വിശുദ്ധ ഖുർആനെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചു. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത് എന്തിനാണ് നമ്മൾ റമദാനാകട്ടെ, ഇനി വരുന്ന ഹജ്ജാകട്ടെ, മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നൽകുന്ന വിചാരം എന്ത് എന്ന് ആലോചിക്കുമ്പോഴാണ് ജീവിതത്തിലെ സുപ്രധാനമെന്ന് നമ്മൾ കരുതുന്ന കുറേ കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ തെരഞ്ഞെടുപ്പുകളടക്കം നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വലുത് ചിലപ്പോൾ അതായിരിക്കും. പക്ഷെ ഇസ്ലാം പറയുന്നു, ഈ ലോകവുമായി ബന്ധപ്പെടുത്തി തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ വിചാരം ഈ ലോകത്ത് നന്മ കൽപ്പിക്കുകയും ഈ ലോകത്ത് തിന്മ തടയുകയും ചെയ്യേണ്ട വിഭാഗം നിങ്ങളാണെന്നോ. നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? മുസ്ലിം ഉമ്മത്തിന് ഞങ്ങളാണ് ലോകത്ത് മഅറൂഫ്, അതായത് ശ്ലീലമായത്, മനുഷ്യ സമൂഹം നല്ലതെന്ന് കരുതുന്ന എല്ലാ നന്മകളെയും അമ്ര ചെയ്യേണ്ടത്, നിലനിർത്തേണ്ടത് ഞങ്ങളാണ്. വയൻഹൗന അനിൽ മുൻകർ, അതല്ലെങ്കിൽ വതൻഹൗന അനിൽ മുൻകർ, നിങ്ങളാണ് തിന്മകളെ തടയേണ്ടത്. ഈ ലോകത്തുള്ള തിന്മകളെ തടയേണ്ടത് നിങ്ങളാണ്. അത് വരുമ്പോൾ നമുക്ക് അത്ര ഒരു ഗ്രാവിറ്റി, അതല്ലെങ്കിൽ അത്ര ഒരു സാന്ദ്രത, ആ വിഷയത്തിൽ അത്ര ഒരു ഗൗരവം മുസ്ലിം ഉമ്മത്തിന് ഇനിയും അത് വന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ചിലപ്പോൾ സംശയമായിരിക്കും. കാരണം ഇന്ന് ലോകത്ത് നന്മ കൽപ്പിക്കുന്നത് പോകട്ടെ, നന്മ തടയുന്നത്, തിന്മ വിരോധിക്കുന്നത് പോകട്ടെ, തിന്മ കൽപ്പിക്കുന്നത്, ഇത് രണ്ടും നേരെ കീഴ്മേൽ മറിഞ്ഞൊരു ലോകമാണ്. നന്മ കൽപ്പിക്കുന്നത്, തിന്മ വിരോധിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കുകയും ചെയ്യുന്ന കാലത്ത് വലിയൊരാശയമാണ്. സ്വഹാബ കിറാമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയത്ത് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കൈഫ അൻതും ഇദാ ഫസഖ ശബാബുക്കും വതഗത് നിസാഉക്കും വതറക്തുമുൽ ജിഹാദ്. കൈഫ അൻതും, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇദാ ഫസഖ ശബാബുക്കും, നിങ്ങളിലെ ചെറുപ്പക്കാര് വഴികെട്ടു പോകുന്ന കാലം. വതഗത് നിസാഉക്കും, നിങ്ങളിലെ സ്ത്രീകൾ തന്നെ അതിക്രമികളായി പോകുന്ന കാലം. വതറക്തുമുൽ ജിഹാദ്, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലെ അത്യധ്വാനങ്ങളെ, ധർമ്മസമരങ്ങളെ, ജിഹാദിനെ തന്നെ വിസ്മരിച്ചു പോകുന്ന കാലം. ഇസ്ലാമിന് വേണ്ടിയിട്ടായിരിക്കില്ല നിങ്ങളുടെ പണി. ഇപ്പൊ സഹാബികൾ ചോദിച്ചു, റസൂലുള്ളാഹ്, അള്ളാഹിന്റെ റസൂലെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? കാരണം ഞങ്ങളത് ഉപേക്ഷിക്കുമോ? നിങ്ങളുടെ അടുത്ത് നിന്ന് റസൂലെ, താങ്കളുടെ അടുക്കൽ നിന്ന് പഠിച്ചിട്ട് ഞങ്ങളിത് ഉപേക്ഷിക്കില്ലല്ലോ. ബൽ വ അശദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് അതിലപ്പുറം സംഭവിക്കും.
കൈഫ അൻതും, നിങ്ങളുടെ അവസ്ഥ എത്രത്തോളം ഉണ്ടാകും? നിങ്ങൾ നന്മ കൽപ്പിക്കാതിരിക്കുകയും തിന്മ വിരോധിക്കാതിരിക്കുകയും ചെയ്താൽ. സഹാബികൾ ചോദിച്ചു, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നന്മ കൽപ്പിക്കും, താങ്കൾ ഞങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞ് ഇനി അടുത്ത തലമുറ മുതൽ നന്മ കൽപ്പിച്ചും തിന്മ വിരോധിച്ചും തന്നെ ഞങ്ങൾ പോവുക. ബൽ വ അശദ്, റസൂൽ പറഞ്ഞു, അങ്ങനെയല്ല, അതിലപ്പുറം സംഭവിക്കും. നിങ്ങൾ നന്മ തടയുകയും തിന്മ വിരോധിക്കുകയും അതല്ലേ തിന്മ കൽപ്പിക്കുകയും ചെയ്യുന്ന കാലത്ത്, അതായത് നന്മ തടയും. ഈ ലോകത്ത് നല്ലതെന്ന് മനുഷ്യർ കരുതുന്ന സംഗതി പാടില്ല എന്ന് പറയും. തിന്മകളാകട്ടെ അതിന് പ്രചാരണം കൊടുക്കും. എന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഈ കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് കേട്ടൊരു സംഗതിയാണ് ഈ എപ്സ്റ്റീൻ ഫയൽസ്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു ബില്യനെയറായ ഒരു മനുഷ്യൻ, ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പാദ്യമുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാൾ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യാവുന്ന എല്ലാ കൊള്ളരുതായ്മകളും ചെയ്തതിന്റെ റെക്കോർഡിങ്സ് ആണ് ലീക്കായത്. ലോകത്തെ ഏകദേശം എല്ലാ മനുഷ്യന്മാരുടെ പേര് അതിലുണ്ട്. നമ്മൾ കരുതുന്ന ലോകത്തെ എല്ലാ വലിയ വലിയ നേതാക്കളുടെ പേരൊക്കെ അതിലുണ്ട്. അതിന്റെ സത്യാവസ്ഥകളിലേക്ക് മറ്റൊന്നും പോകുന്നില്ലെങ്കിലും, പക്ഷെ അത് ഇന്ന് ലഭ്യമാകുന്നതനുസരിച്ച് വീഡിയോ ഫുട്ടേജുകളെങ്കിലും ഇന്നത്തെ മഹാനേതാക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകളുടെയൊക്കെ ഉണ്ട്. അവര് അതിന് തെരഞ്ഞെടുത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് സ്വതന്ത്രമായ ഒരു ഫ്രീ സെക്സ് എന്നൊക്കെ പറയുമല്ലോ, സ്വതന്ത്ര ലൈംഗികതയാണ്. അതായത് ഈ ലോകത്ത് മനുഷ്യർ എന്നുള്ളതിനെ കമ്മോഡിറ്റി ആയിട്ട് കാണും, ചരക്കുകളായിട്ട് കാണും. അതിൽ തന്നെയും വളരെ എന്താണ് നമുക്കത് പറയാൻ പറ്റൂല. അതായത് ചെറിയ കുഞ്ഞു കുട്ടികളെ കശാപ്പ് ചെയ്യാന്നൊക്കെ നമ്മൾ വെറുതെ വർത്താനുള്ളൂ പറയാം. കശാപ്പ് ചെയ്യുക മാത്രമല്ല, ഇങ്ങനെ അരിഞ്ഞവരുടെ മാംസം തിന്നുക. ഏത് ലോകത്താണ് നമ്മൾ ആലോചിക്കുന്നത്? നമ്മൾ പഴയ മറ്റേ കാനിബാലിസത്തെ കുറിച്ചൊക്കെ പറയുന്ന പഴയ ഈ മനുഷ്യരെ തിന്നണം ആൾക്കാരെ കുറിച്ചൊക്കെ പറയുമല്ലോ, നരഭോജികൾ. ഇതൊന്നുമല്ല. ഈ ലോകത്തെ ഏറ്റവും ബില്യനേഴ്സായ ആളുകൾ പോയി അവരുടെ സുഖവാസത്തിന് തെരഞ്ഞെടുക്കുന്ന പല സ്പോട്ടുകളിൽ ഒരു സ്പോട്ടാണ് അത്ര അത്. ശതകോടീശ്വരന്മാർ, ഭരണാധികാരികൾ, രാജാക്കന്മാർ, എന്നിട്ട് ഇവരൊക്കെ തന്നെയാണ് ലോകം ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഭരിക്കുന്നത്. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് ആ കൂട്ടത്തിലുണ്ട്. അയാളാണ് തീരുമാനിക്കുന്നത് ഇറാനില് 100-200 കുട്ടികളുടെ മേലെ ആദ്യം ബോംബിട്ടിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഈ യുദ്ധം തുടങ്ങേണ്ടത്. അതിനാണല്ലോ ഇത് തുടങ്ങുന്നത്. ഈ ലോകത്തിന്റെ അവസ്ഥയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ലോകത്തെ ഒന്നാമത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞ് എണ്ണാവുന്ന ഈ ലോകത്തെ ഒന്നാമത്തെ ആൾ, അതായത് അമേരിക്ക ആണല്ലോ ഇപ്പൊ ലോകത്തൊക്കെ നിയന്ത്രിക്കുന്നു എന്ന് നമ്മൾ സമ്മതിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ അർദ്ധ മനസ്സ് അതല്ലെങ്കിൽ ഉപബോധ മനസ്സ് സമ്മതിക്കുന്ന ഒരു സാധനം അതാണ്. അവരൊക്കെ തന്നെയാണ് ലോകം ഭരിക്കേണ്ടത്. നമുക്കൊക്കെ പോകാൻ ഇഷ്ടമുള്ള ഒരു രാജ്യം ഇപ്പൊ നോക്കിയാൽ അത് ആ രാജ്യമൊക്കെ ആയിരിക്കും. നമുക്ക് വാഴ്ത്താൻ ഇഷ്ടമുള്ള ജനത നോക്കിയാലും അവരായിരിക്കും. അവര് തെരഞ്ഞെടുത്ത ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പ്രസിഡന്റാണിത്. ഇനി മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ജനാധിപത്യ രാജ്യം ഇസ്രായേൽ. അങ്ങനെയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണ്. സ്വയം നിലക്ക് തന്നെ നിൽക്കാൻ കെൽപ്പില്ലാത്ത ഒരു ജാരസന്തതി എന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു രാജ്യമാണ്. പക്ഷെ ആ രാജ്യം അവർ സ്വയം നിലക്ക് അവകാശപ്പെടുന്നത് ഞങ്ങളാണ് വെസ്റ്റ് ഏഷ്യയിലെ മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ജനാധിപത്യ രാജ്യം. കാരണം ബാക്കിയുള്ളിടത്തൊക്കെ മൊണാർക്കിയാണ്, രാജാധിപത്യമാണ്. ആ രാജാധിപത്യത്തിൽ രാജാധികാരികളെയും ഇരുത്തിയവരാണ്, അത് വേറെ കാര്യം, യൂറോപ്യൻസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ളിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ലോകത്തെ ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുകയും അതുപോലെ തന്നെ അധികാര കേന്ദ്രങ്ങൾ കൈയാളുകയും ചെയ്യുന്നവർക്ക് എത്തിക്സ് ബാധകമല്ല. ഈ ലോകത്ത് കോഡ് ഓഫ് വാർസ് ബാധകമല്ല, യുദ്ധ കോഡുകൾ ബാധകമല്ല. ഈ ലോകത്തെ മനുഷ്യരുടെ അംറു ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ബാധകമേ അല്ല. ഈ ലോകത്തിന്റെ വിഷയമേ ആയിരിക്കില്ല അത്. നിങ്ങൾ കരുതുന്നുണ്ടോ ഈ ലോകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർ കൂടി വന്ന അത് ഭക്ഷണത്തിന്റെ പ്രശ്നമോ വസ്ത്രം ഇപ്പോൾ ഒരു പ്രശ്നമല്ല. കാരണം വസ്ത്രം ഇല്ലാതെ തന്നെ അടക്കുക എന്നുള്ളതാണ് പുതിയ തിയറി. പണ്ട് വസ്ത്രത്തിന്റെ പ്രശ്നമൊക്കെ പറയോ, അപ്പൊ വസ്ത്രം ഇല്ലാതെ നടക്കേണ്ട ഫാഷൻ. അള്ളാഹ് പറയുന്നു വൽതകും മിൻകും ഉമ്മ. നിങ്ങൾ ഈ നിയമസഭയെ ലോകസഭയും ഈ സഭയൊന്നല്ല,
അതൊക്കെ നിങ്ങളുടെ നിത്യവൃത്തികളുടെ ഭാഗമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരാളിങ്ങനെ തെരഞ്ഞെടുക്കേണ്ട വരും. വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു ഉമ്മത്തുണ്ടാകേണ്ടതുണ്ട്. ഈ ലോകത്ത് മുസ്ലിം ഉമ്മത്തിന്റെ ഡ്യൂട്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിരയിൽ അവതരിപ്പിച്ച് ഈ ലോകത്തെ ഉത്തമ മനുഷ്യ പുങ്കവനായി അവതരിപ്പിച്ച്, പ്രവാചക പുങ്കവനായി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അള്ളാഹ് പറയാം, നിങ്ങളുടെ ഡ്യൂട്ടിയാണ് യദ്ഊന ഇലൽ ഖൈർ, നിങ്ങളിൽ നിന്ന് അക്കൂട്ടം ഒരു ഉമ്മത്തുണ്ടാകേണ്ടത് അവർ നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാകണം. യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നവരാണ്. നന്മ കൽപ്പിക്കുക എന്നുണ്ടോ പറഞ്ഞ്? കൽപ്പനക്ക് എന്ത് വേണം? നമ്മൾ നന്മ ഉപദേശിക്കും. ചിലപ്പോ നന്മ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു കഞ്ഞിവെള്ളം പോലത്തെ ഒരു പരിപാടിയാണ്. ആവും വേണമെങ്കിൽ കേട്ടോട്ടെ, വേണമെങ്കിൽ കേട്ടാതിരുന്നോട്ടെ, അതല്ലെങ്കിൽ കേൾക്കാതിരുന്നോട്ടെ, വേണമെങ്കിൽ ഞാൻ ഒന്ന് പറയാം 2 വാക്ക്. ഇതല്ല വാട്സപ്പിൽ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്തോ, അതല്ല. യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നവർ. അതായത് ഇസ്ലാമികമായി നന്മ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ കൽപ്പന എന്ന് പറയുന്ന ഒരിടത്താണ് ഇസ്ലാം അധികാരവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത്. വയൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുക. അപ്പൊ നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും ഒക്കെ അതിന്റെ ഒരു പൂർണ്ണ രൂപത്തിലാവുക ഒരു ഇസ്ലാമിക ഭരണകൂടത്തിലൊക്കെ ഉണ്ടാവുള്ളൂ. ശരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ തന്നെ അൽ ഖിലാഫത്തുർ റാഷിദ എന്ന് നമ്മൾ പറയുന്ന ശേഷമുള്ള ഖുലഫാഉർ റാഷിദുകളുടെ കാലത്തൊക്കെ നമ്മളത് പൂർണ്ണമായ രൂപത്തിൽ ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പ്രശ്നം അതല്ല. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. നമ്മുടെ വിജയവുമായി ബന്ധപ്പെട്ട വിഷയമാണത്. കാരണം ഇന്ന് ലോകത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ലോകം ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോകം ഒരു ഐഡിയോളജിക്കാണ് ആഗ്രഹിക്കുന്നത്, ഒരു ദർശനത്തിനെയാണ് ആഗ്രഹിക്കുന്നത്. ശരിയാണ്, നമ്മളുടെ വ്യക്തിഗത ജീവിതത്തിലെ നോമ്പും നിസ്കാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഇസ്ലാം, ശരിയാണ്. പക്ഷെ അതുമാത്രമല്ല ഇസ്ലാം. ഇസ്ലാം എന്നുള്ളത്, ഇസ്ലാം ആസ് ആൻ ഐഡിയോളജി, ഒരു ദർശനം, ഒരു തത്വസംഹിത എന്നുള്ള നിലയിൽ ഈ ലോകത്തിനൊരു പരിഹാരം ആവശ്യമാണ്. അത് അമേരിക്കക്കും ബ്രിട്ടനും ഫ്രാൻസിനും ഇറ്റലിക്കും ഇസ്രയേലിനൊന്നും കൊടുക്കാൻ പറ്റൂല. അതല്ലെങ്കിൽ നമ്മൾ തടവറയിൽ വെച്ചിട്ടുള്ള ഇസ്ലാമിനും കൊടുക്കാൻ പറ്റൂല. നമുക്കൊരു ഇസ്ലാം ഉണ്ടല്ലോ, സോ കോൾഡ്, ആ ഇസ്ലാമും അല്ല. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ദീനാണ്. ഇതിനെയാണ് നമ്മൾ 917 സാധാരണ പറയാറുണ്ട്, ബൽഫോർ പ്രഖ്യാപനത്തോടു കൂടിയാണ് എന്തുണ്ടായത്? ഫലസ്തീൻ അതിന്റെ ഒരു ഔദ്യോഗിക മൈഗ്രേഷനൊക്കെ യൂറോപ്പിൽ നിന്ന് ആളുകളൊക്കെ കുടിയേറി അതിന്റെ ഒരു മാൻഡേറ്റ് വന്ന്, ബ്രിട്ടീഷ് മാൻഡേറ്റ് വന്നതിന് ശേഷം 948 അവിടേക്ക് പൂർണ്ണമായ കുടിയേറ്റം കഴിഞ്ഞ് 55% ഫലസ്തീന്റെ ഭൂമി കൊടുത്തത് 917 മുതൽ 48 വരെയുള്ള ഈ കാലമാണെന്ന് പറയാറുണ്ട്. പക്ഷെ അക്കാലത്ത് സംഭവിച്ച വേറൊരു സംഗതി കൂടിയുണ്ട്. സൈക്കസ് പീക്കോ കരാർ എന്ന് പറയുന്ന ഒരു കരാർ നമ്മൾ ചില ഹുത്തുബകളിൽ അത് സൂചിപ്പിച്ചിരുന്നു. അതായത് മുസ്ലിം ലോകത്തെ തന്നെ പങ്കിട്ടെടുത്തു. ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഗവർണറായിരുന്ന, അതായത് ഹിജാസിലെ ഗവർണറായിരുന്ന അവിടുത്തെ ഷരീഫ് ഹുസൈനോട് അന്ന് ബ്രിട്ടൻ ആവശ്യപ്പെട്ടത്, നിങ്ങൾ ഉസ്മാനിയ ഖലീഫക്കെതിരെ, അന്നത്തെ സുൽത്താൻ അബ്ദുൽ ഹമീദിനെതിരെ നിങ്ങൾ എന്ത് ചെയ്യണം? കലാപുണ്ടാക്കണം. അങ്ങനെയെങ്കിൽ ഹിജാസ് നിങ്ങൾക്കൊരു പ്രദേശമായിട്ട്, ഭരണപ്രദേശമായിട്ട് അങ്ങോട്ട് തരുന്ന. ഇന്നും അതേ കളിയാണ്. നിങ്ങളിപ്പോ ഇറാന്റെ പ്രശ്നമാകട്ടെ, ഇപ്പൊ നമ്മൾ ഈ കാണുന്ന വളരെ പാവങ്ങളായി ഗൾഫ് രാജ്യത്തെ, പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാനില്ല, അവർ പറയുന്നത് കേൾക്കാനൊക്കെ പറ്റുള്ളൂ. കാരണം എല്ലാ ഡോക്യുമെന്റ്സും മറ്റൊരു കയ്യിലാണ്. ഓരോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓരോ അവസ്ഥ ഈ അമ്മിക്കടിയിൽ വാല് വിട്ടുപോയ അവസ്ഥയാണ്. ഇത് മുസ്ലിം ഉമ്മത്തുമായി ബന്ധപ്പെടുത്തിയ കാര്യമാണ്. ഇക്കാലത്ത് നമ്മൾ 930കളിലൊക്കെ, 924ലാണ് ഇസ്ലാമിക ഖിലാഫത്ത് ദുർബലമാക്കപ്പെടുന്നത്. ആ കാലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അറബ് രാജ്യങ്ങളിൽ, നമ്മൾ ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ ശേഷമൊക്കെ ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, നമുക്ക് സ്വന്തമായ ഒരു ദർശനമുണ്ട് എന്ന് മുഅ്മിനുകൾക്കും മുസ്ലിമുകൾക്കും ചരിത്രബോധമെങ്കിലും ഉണ്ടാവണം, ചരിത്ര അവബോധമെങ്കിലും ഉണ്ടാവണം. ജോർദൻ യൂണിവേഴ്സിറ്റിയിൽ 930കളിൽ ഉയർന്ന ഈ കവിതയുണ്ട്, അതല്ലെങ്കിൽ പോയട്രി ഉണ്ട്. അല്ലാഹു മിൻ ഖബുലു, കവിതയാണ്. അല്ലാഹു എന്താ? അല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? മാത്തല്ലാഹു മിൻ ഖബുലു, അള്ളൊക്കെ മരിച്ചിട്ട് കൊല്ലം കുറേ. 930 കേട്ടോ, 24 ഇസ്ലാമിക ഖിലാഫത്ത് ദുർബലമാക്കപ്പെട്ടതിന് ശേഷം അക്കാലത്തൊക്കെ ഉള്ള അറബ് യൂണിവേഴ്സിറ്റികളിലെ അറബിയിലെ മുദ്രാവാക്യമാണ് ഈ പറയുന്നത്.
ആമൻതു ബിൽ ബഅസി റബ്ബൻ ലാ ശരീക ലഹു വബിൽ അറൂബത്തി ദീനൻ മാ ലഹു സാനി. ബഅസ് പാർട്ടി എന്ന് പറഞ്ഞാൽ അറബ് രാജ്യത്തെ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ബഅസ് പാർട്ടി, ഈ സദ്ദാം ഹുസൈന്റെ ഒക്കെ പാർട്ടി. ആമൻതു ബിൽ ബഅസി റബ്ബൻ, ബഅസ് പാർട്ടിയാണ് എന്റെ റബ്ബ്. അറബ് ലോകത്തെ മുദ്രാവാക്യമാണ്. ആമൻതു ബിൽ ബഅസി റബ്ബൻ, ബഅസ് പാർട്ടിയിൽ ഞാൻ വിശ്വസിച്ചു റബ്ബായിട്ട്. വബിൽ അറൂബത്തി ദീനൻ, അറബ് ദേശീയതയെ ദീനായിട്ടും ഞാൻ വിശ്വസിച്ചു. മാലഹു സാനി, നമ്മൾ ലാ ശരീക ലഹു എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ മാലഹു സാനി, രണ്ടാമതൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട മൂമിനുകളെ, മൂമിനാത്തുകളെ, സ്വന്തമായ ഒരു ആദർശം എന്നൊക്കെ പറയുമ്പോൾ അതിന് 4 ഭാഗങ്ങൾ ഉണ്ടാവുന്ന. ഏറ്റവും ചുരുങ്ങിയത് സാമൂഹ്യ ശാസ്ത്ര വിശാരദന്മാര് പറയുന്നത് ഐഡിയോളജിക്ക് ഒരു 4 ഭാഗം ഉണ്ടാവും. അതിൽ ഒന്ന് ബിലീഫാണ്, വിശ്വാസം. ആ വിശ്വാസത്തെ ഗൈബുമായി ചേർത്ത് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ സാധ്യതയല്ല, മറിച്ച് അതിനപ്പുറമുള്ള വിശ്വാസകാര്യമായി വെച്ചിരിക്കുന്ന ഒരു ദർശനമാണ് ഇസ്ലാം. നാളെ പരലോകത്ത് നിങ്ങളുടെ ഈ ഗൈബുകളുടെ, ഈ മറകളുടെ എല്ലാ കർട്ടനുകളും നീക്കി നിങ്ങൾക്ക് മുമ്പിൽ വെളിവാകുന്ന മറ്റൊരു ലോകത്തെ പരിചയപ്പെടുത്തുന്ന ഇസ്ലാം. ഇങ്ങനൊരു ഇസ്ലാമിലാണ് നമ്മളുള്ളത്. ലോകത്ത് മറ്റൊരു ദർശനത്തിന് അങ്ങനെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പാതി വന്നതോ അതല്ലെങ്കിൽ ഉണ്ടായിരുന്നതിനെ പാതി കൊന്നതോ ആണ്. അത് കൂട്ടിച്ചേർക്കപ്പെട്ടതോ വെട്ടിത്തിരുത്തപ്പെട്ടതോ ആണ്. അപ്പോ ബിലീഫ്, വിശ്വാസം. രണ്ടാമതായി പറയുന്നത് വിഷൻ, ഈ ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം. ഈ ലോകത്ത് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ഈ ലോകത്തെ മനുഷ്യർക്ക്. ഈ എപ്സ്റ്റൈൻ ഫയലിൽ പറയപ്പെടുന്നത് 1200ഓളം, അതല്ലെങ്കിൽ 1200നും 2000നും ഇടയിൽ ആളുകളുടെ അതിജീവിതകൾ എന്നൊക്കെയാണല്ലോ ഇപ്പൊ മലയാളത്തിൽ നമ്മൾ പറയും. ഇങ്ങനെയുള്ള ചെറിയ മക്കളുടെ കഥയാണ്. അപ്പൊ അവർ യുവതികളായിട്ടാണ് ഇത് പറയുന്നത്. ചെറിയ കുട്ടികളുടെ കഥയാണ്. ഈ ലോകത്തിൽ അങ്ങനെ ഒരു എത്തിക്സ് ഉണ്ടോ? അതല്ലെങ്കിൽ അങ്ങനെ എത്തിക്സ് പറയുന്നവരാരാണ്? നമ്മൾ ഈ പറയുന്ന ഈ നേതാക്കളിലും ഈ പാർട്ടികളിലും നമ്മൾ ഈ സിന്ദാബാദ് വിളിച്ചടക്കുന്ന ആൾക്കാർക്കും ഇങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടോ? ഇസ്ലാം പറയുന്നു അവർക്കില്ലെങ്കിൽ, അവർക്കുണ്ടായാൽ പോലും ഇസ്ലാമിന് അതിൽ കൃത്യമായ ബദ്ധശ്രദ്ധയുണ്ട്. അതല്ലെങ്കിൽ അതിന്റെ കാവലാളായി യഅ്മുറൂന ബിൽ മഅറൂഫ്, അത് നന്മയായി കൽപ്പിക്കാനുള്ളവരാണ് നിങ്ങൾ. ഈ ലോകത്തിന് വേണ്ട നന്മയതാണ്. അതോടൊപ്പം വാല്യൂസ്, ബിലീഫ്, വിശ്വാസം കഴിഞ്ഞാൽ, വിഷൻ കഴിഞ്ഞാൽ വാല്യൂസ്. എന്താണ് എത്തിക്സിന്റെ അവസ്ഥ? വാല്യൂസ്, അഖ്ലാഖിയാത്ത്. ഇസ്ലാമിന്റെ വളരെ അടിസ്ഥാനപരമായ ഒരു സംഗതിയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോകത്ത് വലിയ ഒരു ചർച്ചാ വിഷയമാണ് അപ്ലൈഡ് എത്തിക്സ് എന്ന് പറയും. എന്താണ്? രാഷ്ട്രീയത്തിലും സാംസ്കാരിക മേഖലകളിലും നമ്മുടെ ചുറ്റുപാടിലും വളർന്നു വരുന്ന തലമുറയിലൊക്കെ എത്തിക്സ് എങ്ങനെ ഉണ്ടാക്കാം? എത്തിക്സ് ഇങ്ങനെ വെറുതെ ഉണ്ടാവുമോ? മനുഷ്യർക്ക് വെറുതെ ധാർമ്മിക ബോധം ഉണ്ടാവും? ഞാൻ നല്ലവരാകുക എന്ന് വെറുതെ തോന്നും? അതുകൊണ്ടാണ് ഇസ്ലാം ധാർമ്മികമായ ഒരു കാര്യത്തെ പടച്ചവന്റെ നിരീക്ഷണവുമായി ബന്ധപ്പെടുത്തി, ഇഹലോകത്തെ പരീക്ഷണവുമായി ബന്ധപ്പെടുത്തി, ഇതുകൊണ്ടും കഴിയാതെ നാളെ പരലോകത്തെ വിചാരണയുമായി ബന്ധപ്പെടുത്തി, അവിടുത്തെ രക്ഷാശിക്ഷകളുമായി ബന്ധപ്പെടുത്തി, സ്വർഗ നരകവുമായി ബന്ധപ്പെടുത്തി വെച്ചിട്ടുള്ളത്. വാല്യൂസ് അങ്ങനെ കൂടിയുള്ളതാണ്. വാല്യൂസ് ശരിയാണ്, ഈ ലോകത്ത് മനുഷ്യർക്ക് കുറച്ച് നന്മയൊക്കെ ഉണ്ടാവും. മനുഷ്യർക്ക് അതുപോലെ തന്നെ തിന്മകളോട് വിരോധവും ഉണ്ടാവും. പക്ഷെ നന്മകളോട് ആഭിമുഖ്യമുള്ള മനുഷ്യൻ തന്നെ തിന്മയുടെ പ്രചാരകനായി മാറാനുള്ള സാധ്യതകൾ എന്നുള്ളത്, നാളെ ഒരു പരലോകമില്ല എങ്കിൽ, നാളെ ആൻസറബിലിറ്റി, തനിക്ക് ഉത്തരവാദിത്തം ഉണ്ട്, ഉത്തരം പറയേണ്ടതുണ്ട് എന്നൊരു ബോധമില്ലെങ്കിൽ അയാളിൽ നിന്ന് പൊടുന്നനെ അപ്രത്യക്ഷമാകാൻ സാധ്യതയുള്ള ഒന്നാണ്. അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല. ഈ ലോകത്ത് മനുഷ്യരോട് കമ്മിറ്റ്മെന്റ് ഉള്ള മനുഷ്യരുണ്ട്. പക്ഷേ മനുഷ്യരോടുള്ള കമ്മിറ്റ്മെന്റിനേക്കാൾ വലുതാണ് തന്നെ പടച്ചവനോടുള്ള കമ്മിറ്റ്മെന്റ് എന്നും, അവിടെയാണ് നിങ്ങൾ ഒരർത്ഥത്തിലും നിങ്ങളുടെ വാല്യൂസ്, നിങ്ങളുടെ ജീവിതത്തിലെ മൂല്യങ്ങൾ ഉപേക്ഷിച്ച് കളയരുത് എന്ന് ഇസ്ലാം പറയുന്നു. അള്ളാന്റെ മുമ്പിൽ ഇത് നമ്മൾ ഇസ്ലാമിലെ വൻ പാപങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക. എന്നിട്ട് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കച്ചവടങ്ങൾ എടുത്തു നോക്കുക. ഇസ്ലാം ഇപ്പോ ലോട്ടറി എന്ന് പറയും നമ്മൾ, അതല്ലെങ്കിൽ പലിശ എന്ന് പറയും, അതല്ലെങ്കിൽ മദ്യം എന്ന് പറയും, അതല്ലെങ്കിൽ ഇപ്പുറത്ത് വ്യഭിചാരം എന്ന് പറയും, അല്ലെ? ഇതൊക്കെയാണല്ലോ ഇപ്പോ ഈ ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകൾ, ഈ ലോകത്തെ ഏറ്റവും വലിയ കൊള്ളരുതായ്മകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഈ ബിസിനസ്സിലും. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഇത് ഇപ്പുറത്തെ എതിർപ്പുറത്ത് ഇത്ര വലിയ ഇസ്ലാമോഫോബിക് പ്രചരണങ്ങളുടെ നാട്ടക്കുറിയായിട്ട് ഈ ഇസ്ലാം മാറുന്നു എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തെ മനുഷ്യരുടെ സ്ഥായിയായ നന്മയെക്കുറിച്ചും തിന്മകളുടെ പ്രചാരകർക്കെതിരെയുള്ള കൃത്യമായ വിമർശനമായും ഇസ്ലാം നിൽക്കുന്നു. ബാക്കിയുള്ള ദർശനങ്ങൾക്ക് അത് പറയാനില്ല.
ബാക്കിയുള്ള ദർശനങ്ങൾക്ക് അത് പറയണമെന്നില്ല, പറയണമെന്നില്ല എന്ന് മാത്രമേ അതിന് നേരെ എതിരായിട്ടാണ് ഞാൻ ഖുത്ബയുടെ ആമുഖത്തിൽ നമ്മൾ സൂചിപ്പിച്ച വേണമെങ്കിൽ ഈ നന്മ നിലനിൽക്കരുതെന്നാണ് പറയാം. അതായത് എന്തിനാ കുടുംബം, എന്തിനാ ആണിനും പെണ്ണിനും വിവാഹം അല്ലേ? ഇപ്പൊ ചോദ്യം ഇതൊക്കെ പണ്ട് നമ്മൾ അമേരിക്കനും ഓസ്ട്രേലിയ എന്നൊക്കെയാണ് കേട്ടതെന്നൊക്കെയാണ് പറയാം. പക്ഷെ ഇപ്പൊ അതല്ല. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ എന്തിനാണ് ആണും പെണ്ണും, എന്തിനാണ് ഇത്ര വലിയ പെണ്ണ് മാത്രമായിട്ട് എന്തിനാണ് ഇത്ര വലിയ പ്രശ്നം സഹിക്കുന്നത്? അതല്ലെങ്കിൽ എന്തിനാണ് പെണ്ണിനെ തളച്ചിടുന്നത്? ഇത് ആര് ചോദിക്കുന്നു വെച്ചാൽ പെണ്ണിനെ ഏറ്റവും സ്ഥാനം ചൂഷണം ചെയ്യുന്നവർ തന്നെയാണ്. ഈ ലിബറൽ ആളുകൾ തന്നെയാണ് പെണ്ണിനെ ചൂഷണം ചെയ്യുന്നത്. അത് വേറൊരു കാര്യം. ഏത് കാര്യത്തിനും അത്തരത്തിൽ ഇസ്ലാമിന്റെ അതല്ലെങ്കിൽ മതത്തിന്റെ പാരതന്ത്ര്യമാണെന്നും അതിന്റെ ചട്ടക്കൂടിനുള്ളിൽ മനുഷ്യർ കടന്ന് ബുദ്ധിമുട്ടുകയാണെന്നും പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് തന്നെ ചൂഷണം ചെയ്യാവുന്ന, ഇതിനെ ഗ്രൂമിംഗ് എന്നാണ് പറയാ പുതിയ കാലത്തെ ഭാഷയിൽ. ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ ഈ എപ്സ്റ്റീൻ ഫയൽസിന് പിന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാക്കാണ് ഈ ഗ്രൂമിംഗ്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ചൂഷണം ചെയ്യപ്പെടുന്ന പറഞ്ഞാൽ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അതിന് പിന്നിൽ ഒരു ഗ്രൂമിംഗ് ഉണ്ട്. ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ആദ്യം ഉണ്ടാവുക. എന്നിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ മാത്രമല്ല പോക്സോയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറയാം. ഇതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതൊരു സിദ്ധാന്തം ആദ്യം തന്നെയാണ്. അതായത് മനുഷ്യർ, ചെറിയ കുട്ടികൾക്ക് അവരുടേതായ നോട്ടങ്ങളെക്കുറിച്ചോ അവരുടേതായ ഇടപഴകലുകളിലെ അകലങ്ങളെക്കുറിച്ചോ ഇതിലൊക്കെ വളരെ ന്യൂട്രലായ ബോധങ്ങൾ സൃഷ്ടിക്കുകയും അവർക്ക് യഥാർത്ഥത്തിൽ ഒരു സെക്ഷൽ ഗ്രൂമിംഗ്, മനുഷ്യർക്ക് തമ്മിൽ അത്തരത്തിലുള്ള ചൂഷണങ്ങളുടെ ഇടങ്ങൾ സ്വതന്ത്രമാക്കി കൊടുക്കുകയും പിന്നീട് ചൂഷണത്തെക്കുറിച്ച് വാചാലമാവുകയും ചെയ്യുക. ഇവിടെയാണ് ഇസ്ലാമിന് പറയുന്നത്. ഇപ്പോൾ വലാ തഖ്റബു സിന എന്നാണ്. നിങ്ങൾ സിന ചെയ്യരുത് എന്നല്ല പറഞ്ഞത്, സിനയുടെ അടുത്തേക്ക് പോകരുത് എന്നാണ് പറയുന്നത്. അത് ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. ഇസ്ലാമിന് അങ്ങനെ നിർദ്ദേശം വെക്കാൻ പറ്റൂ. കാരണം സിനയുടെ അടുത്തേക്ക് പോയാൽ, വ്യഭിചാരത്തിന്റെ അടുത്തേക്ക് പോയാൽ അത് വ്യഭിചരിച്ചേ തീരൂ. അപ്പൊ ഏതാ വ്യഭിചാരം എന്ന് വെച്ചാൽ റസൂൽ പറഞ്ഞു അത് കണ്ണിൻ്റെതായ വ്യഭിചാരമുണ്ട്, ചെവിക്ക് ചെവിയുടേതായ വ്യഭിചാരമുണ്ട്, കൈക്ക് കൈയുടേതായതുണ്ട്. മനുഷ്യ ശരീരത്തിൽ ഇന്ന ശൈത്താൻ ലയജ്രി മജ്റദ്ദം, മനുഷ്യ ശരീരത്തിൽ രക്തമൊഴുകുന്ന ഇടങ്ങളിലെല്ലാം മനുഷ്യരെ അവന്റെ ഒരു വലയത്തിലേക്ക് ആകർഷിക്കാൻ പറ്റുന്ന പിശാചിന്റെ ഒരു ദുഷ്വലയം ഇവിടെയുണ്ട്. അവിടെയാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ. ഇസ്ലാമിലെ നിയമങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ. വൈവാഹിക നിയമങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ നിയമങ്ങളിൽ ഉള്ളവർക്കുള്ള അടുപ്പം, ആ വൈവാഹിക ബന്ധങ്ങളുടെ പുറത്തുള്ളവർക്ക്, കുടുംബ ബന്ധങ്ങളുടെ പുറമേ ഉള്ളവർക്ക് അവരുടേതായ ഒരു അകലം. കുടുംബ ബന്ധങ്ങളിൽ ഉള്ളവർ തന്നെ ഒരുമിച്ച് വിവാഹം കഴിക്കാൻ പറ്റാവുന്ന ആളുകളും വിവാഹം കഴിക്കാൻ പറ്റാത്ത ആളുകളും, മെഹ്റമുകളുമായി ബന്ധപ്പെടുത്തിയ കാര്യത്തിൽ വേറെ നിയമങ്ങൾ. ഇതൊക്കെ അടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് പിന്നീട് നമ്മൾ ചൂഷണത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് തന്നെ നമുക്ക് ഈ ലോകത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ലോകാവസാനം വരേക്കും ഇസ്ലാമിനെ കുറിച്ച് പറയാനുള്ളത് ഈ ലോകത്തിനൊരു ദർശനം എന്നുള്ള നിലയിൽ ഇതിനെ പറഞ്ഞ് പഠിച്ച് അവതരിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ്. അത് ഏതൊരു കൂട്ടരുടെ മാത്രം പണിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അത് നിക്ഷിപ്തമായ, അതല്ലെങ്കിൽ അവിടെ നിന്റെ മേൽ ഉണ്ടായിരുന്നൊരു ഡ്യൂട്ടിയാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ് ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങളും ആ പണി ചെയ്യണം. കമാ യകൂന റസൂലു അലൈക്കും ഷഹീദ, റസൂല് നിങ്ങൾക്ക് ആ പണി ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ആ പണി റസൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ റസൂലിനെ പിന്തുടർന്ന് ആ പണിയും ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് അടുത്തൊരു തലമുറയുമായി ബന്ധപ്പെടുത്തി ഇപ്പൊ ഭൗതിക വിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ ഇസ്ലാമിക വിദ്യാഭ്യാസമൊക്കെ കൂടുതലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അതിനുള്ള എക്സ്പോഷർ കിട്ടുന്ന ഒരു കാലമാണ്, അൽഹംദുലില്ലാഹ്. പക്ഷെ അത് ഒരു വിദ്യാഭ്യാസം, അറിവ് എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു റെപ്രസെന്റേഷനായി, അവരുടെ ഒരു പ്രാതിനിധ്യമായി, അവരുടെ ഒരു അവബോധമായി, ചിന്തയിലും അതോടൊപ്പം തന്നെ അവരുടെ ഒരു സമൂഹത്തിലെ സാന്നിധ്യത്തിലുമുള്ള ഒരു അഭിമാനമുള്ള ഒരു അസ്തിത്വമായി ഈ ഇസ്ലാമിനെ അവർക്ക് മാറ്റാൻ സാധിക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഓരോരോ ഘട്ടങ്ങൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ പറഞ്ഞ സാമൂഹികമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സാമൂഹികമായ ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ ആ സാമൂഹികമായ ഉത്തരവാദിത്തത്തിന്റെ പോലും ആശയ സ്രോതസ് എന്ന് പറയുന്നത് ഇസ്ലാമാകണം എന്നുള്ളതാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പാഠം. പടച്ചമ്പുരാൻ ആ നിലക്ക് തന്നെ ഇസ്ലാമിന്റെ ഏറ്റവും അഭിമാനകരമായ
അസ്തിത്വം അതിൻ്റെ ഏറ്റവും മികച്ച ഒരു പ്രതിനിധാനം നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ ആ നിലയിൽ തന്നെ വളർത്താനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വാഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം.